ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാണ് ഞാനിപ്പോൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ തന്നെ നമ്പർ 1 രാജ്യമായ അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിനെ കാണുക, അല്ലെങ്കിൽ അടുത്തറിയുക, മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കുക എന്നുള്ള ഒരാഗ്രഹം എത്രയോ കാലമായിട്ട് മനസ്സിലുണ്ടായിരുന്നതാണ്. അതിലേക്കാണ് ഇപ്പോൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വൈറ്റ് ഹൗസ്. കാഴ്ചയിൽ ചെറിയൊരു ബിൽഡിംഗ് ആയിട്ട് തോന്നുമെങ്കിലും അതിനൂതനമായിട്ടുള്ള ഒട്ടനേകം സവിശേഷതകളും സൗകര്യങ്ങളുമാണ് ഈ ഒരു ബിൽഡിങ്ങിനകത്തുള്ളത്. അങ്ങനെ ഇവിടുന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം നടന്നില്ല. കാരണം ഇത് ഒരു വലിയൊരു ഫെൻസ്, വലിയ ഇരുമ്പ് കമ്പികളുടെ ഒരു ഫെൻസാണ് ഇതിന് മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം സാധിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടി, വലിയ കുഴപ്പമില്ലാതെ. ഇതാണ് വൈറ്റ് ഹൗസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയാണിത്. ഒരുപാട് സിനിമകളിലും ഒരുപാട് കാര്യങ്ങളിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇതാണ് വൈറ്റ് ഹൗസ്. നമുക്കതിൻ്റെ മുകളിൽ കാണാം ഗൺ പോയിൻ്റ് ആയിട്ട് 2 ആൾ നിൽക്കുന്നുണ്ട്. ഫുൾ ടൈം അവർ ഗണ്ണുമായിട്ട് നിരീക്ഷണത്തിനായിട്ട് നിൽക്കുകയാണ്. സ്നൈപ്പറാണ് കയ്യിലുള്ളത്. അപ്പോൾ അത്രയ്ക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു ഏരിയ ആണിത്. അപ്പോൾ ഒരുപാട് കാലത്തൊരു ആഗ്രഹം, ഈ ഒരു വൈറ്റ് ഹൗസ് കാണണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ ഇവിടെ സാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് 2 നില മാത്രമേ ഉള്ളൂ നിലവിൽ. 2 നില മുകളിലും ബാക്കിയുള്ളതൊക്കെ അണ്ടർഗ്രൗണ്ടായിട്ട് മറ്റു നിലകളും ഉണ്ട്. അപ്പോൾ അവരിവിടെ പുതിയൊരു ഫെൻസൊക്കെ വെച്ച് അടച്ചിരിക്കുകയാണ് സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ട്. ആദ്യം ഇത് ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു, മറ്റു വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അപ്പോൾ അത് സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ട് ഫെൻസൊക്കെ വെച്ച് അടച്ചിരിക്കുകയാണ്. ഈ വൈറ്റ് ഹൗസിന് മുന്നിലുള്ള ചത്തുരത്തിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സമരക്കാരുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ ഒക്കെ നിയമസഭയുടെയൊക്കെ മുന്നിൽ സമരക്കാർ നിൽക്കുന്നത് പോലെ അല്ല, എന്നിരുന്നാലും കുറച്ചും കൂടിയൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇവരുടെ സമര രീതികൾ ഇവിടെ തെളിയിക്കുന്നത്. ഇത് ഉക്രൈന് അനുകൂലമായിട്ട് പോസ്റ്ററൊക്കെ പിടിച്ച് നിൽക്കുന്ന ആളുകളാണ്, ഉക്രൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആളുകളാണ്. നമ്മുടെ കൂടെയുള്ള കുറേ പേര് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തിടുക്കം കാണിച്ചു. ഞാനും എടുത്തൊരു ഫോട്ടോ, മോശമാക്കിയിട്ടില്ല. എന്തായാലും ഈ ഒരു ചത്തുരത്തിൽ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ സമരപ്പന്തൽ കെട്ടിയിരിക്കുന്ന ആളുകളെയും ഇവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ് മറ്റൊരു രസകരമായിട്ടുള്ള കാഴ്ച. അമേരിക്കയിലും സമരപ്പന്തലൊക്കെ കെട്ടി ആളുകൾ ഇരിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു സമരപ്പന്തലിൽ ഏകദേശം 40 വർഷമായിട്ട് ഇവർ നടത്തുന്നൊരു സമരമാണിത്. യുദ്ധത്തിനെതിരെയാണ് ഇവർ നടത്തുന്ന ഈ ഒരു സമരം. യുദ്ധം വേണ്ട, അതുപോലെ തന്നെ ആണവായുധങ്ങൾ വേണ്ട എന്നുള്ള സന്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു ചെറിയ കൂരയൊക്കെ കെട്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇവർ. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 40 വർഷമായി 24 മണിക്കൂറും, അതായത് ആഴ്ചയിൽ എല്ലാ 24 മണിക്കൂറും ഇവർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ, ന്യൂക്ലിയർ വെപ്പൺസിനൊക്കെ എതിരായിട്ടുള്ള. ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതുമായിട്ടൊരു കാഴ്ചയാണ് അമേരിക്ക എന്നുള്ള വലിയൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഈ ഭാഗത്തു നിന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ വൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും നല്ല വ്യൂ നമുക്ക് കിട്ടാനുള്ളത്. ഇപ്പോൾ ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇവിടെ നിന്നപ്പോൾ നല്ല ഫോട്ടോസൊക്കെ കിട്ടി. നല്ലൊരു വ്യൂ ആണ് ഈ ഒരു ഭാഗത്തുനിന്ന്. എന്തായാലും വൈറ്റ് ഹൗസ് കാണാമെന്നുള്ളൊരു ആഗ്രഹം ഇവിടെ സാക്ഷാത്കരിച്ചു. ആഗ്രഹങ്ങൾ അത് സാക്ഷാത്കരിക്കാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണം വൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് ഒരുപാട് കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു, അന്ന് സാധിക്കപ്പെട്ടു. എത്രയോ വർഷമായിട്ട്. കാരണം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഇംഗ്ലീഷ് മൂവീസ് കാണുന്നത് മുതൽ നമ്മൾ വൈറ്റ് ഹൗസ് കാണുകയാണ്. എന്താണ് ഇതിൻ്റെ സംഭവം, എന്താണ് ഇതിൻ്റെ ഒരു അത്ഭുതം എന്നുള്ളത് അന്നേ ഒരു അത്ഭുതമായിട്ട് മനസ്സിൽ കിടന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്നത് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം. ഇവിടുത്തെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ട്രാഫിക് ലൈറ്റുകളിൽ ഗ്രീന് കാണുന്നില്ല. ഞാൻ കുറേ നേരമായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഗ്രീനിന് വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഗ്രീൻ ഇല്ല അവിടെ. അതിന് പകരം അവിടെ വൈറ്റാണ് വരിക. വൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കടന്നു പോകാം. ഗ്രീനിന് പകരം വൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അത്ഭുതകരമായിട്ടുള്ള വാഹനങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഉറക്കെ പാട്ടൊക്കെ വെച്ചിട്ടാണ് വണ്ടി പോകുന്നത്. തകർക്കലാണ്. 3 ടയറേ ഉള്ളൂ നമ്മുടെ ഓട്ടോറിക്ഷ പോലെ. ഇനി നമ്മൾ കാണുന്ന ഈ ഭാഗത്തെല്ലാം, അതായത് ഈ ഒരു വൈറ്റ് ഹൗസിനോടും അതുപോലെ തന്നെ മറ്റ് ഭരണ സ്ഥിരാകേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാ ഭാഗത്തും ഉള്ളത്. വിസിറ്റേഴ്സ് സെൻറ്റർ ഉൾപ്പെടെ പല രാജ്യങ്ങളുടെ എംബസികൾ, ഇതെല്ലാമാണ് ഈ ഒരു ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
ഈ കാണുന്നതാണ് വൈറ്റ് ഹൗസിലെ വിസിറ്റേഴ്സ് സെൻറ്റർ. ഇവിടെയാണ് വിസിറ്റേഴ്സൊക്കെ താമസിക്കാനും അവർക്ക് വേണ്ട ആതിഥേയത്വം ഒരുക്കാനുമൊക്കെ ഉള്ള സ്ഥലം. മുൻ പ്രസിഡന്റ് ഒബാമയെക്കുറിച്ച് പറയാൻ ഇവിടെയുള്ള ആളുകൾക്ക് 100 നാവാണ്. കാരണം ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ ഇപ്പോഴും കരുതുന്നതും എപ്പോഴും അവർ വിശ്വസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം അവർ സാധാരണക്കാരായ ആളുകൾക്കൊപ്പം പോലും ഡാൻസ് ചെയ്യുകയും അതുപോലെ തന്നെ ആടിപ്പാടുകയും സൂപ്പർ മാർക്കറ്റിലൊക്കെ നേരിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചിരുന്ന ഒരു പ്രസിഡൻ്റായിരുന്നു ഒബാമ എന്നാണ് ഇവിടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും അഭിപ്രായം. ഈ കാണുന്നതാണ് വാഷിങ്ടൺ മോണ്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു സ്തൂപം. നമ്മളിപ്പോൾ വേൾഡ് വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. വേൾഡ് വാർ 2 മെമ്മോറിയൽ. അതിൽ മരിച്ചിരിക്കുന്ന പട്ടാളക്കാരുടെയൊക്കെ സ്മരണാർത്ഥമാണ് ഈ ഒരു മെമ്മോറിയൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണുന്ന സ്തൂപമാണ് വാഷിങ്ടൺ മോണ്യുമെൻറ്റ്. അതിന് മുകളിൽ മുമ്പ് കയറാനൊക്കെ ഉള്ള സംവിധാനം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കൊടുത്ത് കളഞ്ഞു. പക്ഷേ അതിൻ്റെ മുകളിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഈ വാഷിങ്ടൺ മുഴുവനായിട്ടൊന്ന് കാണാനുള്ളൊരു സംവിധാനമായിരുന്നു. ഭയങ്കര നഷ്ടമായിപ്പോയി എന്തായാലും. അങ്ങനെ വലിയൊരു ഉദ്യാനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ വേൾഡ് വാർ മെമ്മോറിയലായിട്ട്. വലിയൊരു ഉദ്യാനം തന്നെയാണ് വേൾഡ് വാർ മെമ്മോറിയൽ. ഇവിടെ എല്ലാ ഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉദ്യാനമായിട്ട് തന്നെയാണ് കാണുക. നല്ലൊരു പാർക്ക്. ഈ ഒരു സിറ്റി മുഴുവനായിട്ടും പാർക്കാണ്. അടിപൊളി ഒരു എൻട്രൻസ് തന്നെയാണ് ഇവിടെ. വേൾഡ് വാർ 2-ൽ മരിച്ചിരിക്കുന്ന പട്ടാളക്കാരുടെ സ്മരണാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം. ഇവിടുത്തെ ഓരോ സ്റ്റോണും ഓരോ ഇതിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ 51 സ്റ്റേറ്റ്സിൻ്റെയും എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും സ്തൂപങ്ങളാണ്. പേരും അതിന് നേരെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓരോ സ്റ്റോണിൻ്റെ മുകളിലും പേര് എഴുതിയിട്ടുണ്ട്. ഫ്ലോറിഡ, അർക്കാനാസ്, ഒരുപാട് സ്ഥലത്തിൻ്റെയും പേര് എഴുതിയിട്ടുണ്ട്. വളരെ മെമ്മോറിയലായിട്ടാണ് ഈ 51 സ്തൂപങ്ങളും ഇതെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത്. അടിപൊളിയാണ്. നല്ലൊരു ശില്പം തന്നെ അതിൻ്റെ മുകളിലുണ്ട്. ഒരു റീത്തിൻ്റെ ഷേപ്പ് തന്നെയാണ് ആ ഒരു ശില്പങ്ങളുള്ളത്. അതിൻ്റെ മുകളിലൊക്കെ ഒരു റീത്ത് പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു ഫൗണ്ടൈൻ ഉണ്ട് ഇവിടെ. ഓരോരോ സ്റ്റേറ്റുകളുടെ പേര് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇല്ലിനോസ്, ഇൻഡ്യാന, ഒഹിയോ, കെൻടക്കി, റോഡ് ഐലൻഡ്. കെൻടക്കി നമ്മൾ കേട്ട് പരിചയത്തിലുണ്ടാവും. KFC, കെൻടക്കി ചിക്കൻ. ഈ ഒരു വ്യൂ ആണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ. രണ്ട് ഭാഗത്തും ഫൗണ്ടൈൻ ഉണ്ട്. നേരെ നോക്കിക്കഴിഞ്ഞാൽ വാഷിങ്ടൺ മോണ്യുമെൻ്റ് കാണാം. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഫ്ലൈറ്റ് പറന്നു പോകുന്നതും കാണാം നമുക്ക്. അതിൻ്റെ കുറേ വേർഡിങ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും രാത്രി കാണണം. ഇതിൽ ലൈറ്റ്സൊക്കെ വരുന്ന സമയത്ത് വളരെ അടിപൊളിയായിരിക്കും കാണാൻ. നമ്മളിനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഈ ഒരു ഭാഗത്ത് പസഫിക് ഒന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ യുദ്ധത്തിൽ മരിച്ച ആളുകളുടെ സ്മാരകം കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഹൃദയഭേദകമായിട്ടുള്ള മറ്റൊരു കാഴ്ച കൂടി കാണാനിടയായി. ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് അംഗവൈകല്യം ആയ ഒരുപാട് ആളുകൾ, ഒരുപാട് പട്ടാളക്കാർ, അവരെ നിറച്ചൊരു ബസ് അവിടെ വന്ന് നിൽക്കുകയായിരുന്നു. അതിൽ ഇങ്ങനെയുള്ള അംഗഭംഗം വന്ന ഒരുപാട് മിലിറ്ററിക്കാർ ഇതിൽ നിന്ന് ഇറങ്ങി ഈ ഒരു മോണ്യുമെൻ്റ് കാണാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. യുദ്ധം എത്രത്തോളം വിനാശകരമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലിങ്കൺ, എബ്രഹാം ലിങ്കൺ സ്മാരക മന്ദിരത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരു മന്ദിരമാണിത്. അമേരിക്കയെ പറ്റി കേൾക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഫോട്ടോകളും നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും.
ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഒരുപാട് കപ്പിൾസും കല്യാണ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളുമുണ്ട്. അവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് കപ്പിൾസാണ്. കപ്പിൾസിൻ്റെ വെഡ്ഡിങ് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു മന്ദിരത്തിനകത്തേക്ക് കയറാൻ പോവുകയാണ്. കാരണം അതിനകത്ത് വലിയൊരു പ്രതിമയുണ്ട് എബ്രഹാം ലിങ്കൻ്റെ. അദ്ദേഹം 2 കാര്യങ്ങൾ പ്രതിദാനം ചെയ്യുന്നുണ്ട്. ഒന്ന് യുദ്ധം വേണ്ട എന്നുള്ളതും അതുപോലെ തന്നെ സമാധാനം വേണം എന്നുള്ളതുമായിട്ടുള്ള ഒരു തീമും കൂടിയാണ് ആ ഒരു ശില്പത്തിലുള്ളത്. ഒരുപാടുണ്ട് ഇവിടെ സ്റ്റെപ്പുകളൊക്കെ കയറാൻ. ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇത് ചെറുതാണെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ പില്ലറിൻ്റെയും ഒക്കെ വലിപ്പം മനസ്സിലാവുന്നത്. ഇവിടെയാണ് മാർട്ടിൻ ലൂതർ കിങ് നിന്നിട്ട് ഐ ഹാവ് എ ഡ്രീം എന്നുള്ള പ്രസംഗം. ഇവിടെ നിന്നായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നത്. ഈ പോയിന്റിലാണ് അദ്ദേഹം നിന്നിരുന്നത്. ഇവിടുന്ന് നമ്മൾ വാഷിങ്ടൺ സ്തൂപം കാണുന്ന സമയത്ത് വളരെ മനോഹരമാണ്. വലിയ പില്ലറുകളിലാണ് ഈ ഒരു മന്ദിരം നിലനിൽക്കുന്നത്. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഐ ഹാവ് എ ഡ്രീം എന്നുള്ള പ്രസംഗം ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. ഇതായിരുന്നു അദ്ദേഹം നിന്ന പോയിന്റ്. നമ്മൾ വീണ്ടും സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. പ്രസിദ്ധമായിട്ടുള്ള ലിങ്കൻ്റെ, എബ്രഹാം ലിങ്കൻ്റെ ആ ഒരു സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ട്. അതിമനോഹരമായിട്ടുള്ള ഈ ഒരു പ്രതിമ എബ്രഹാം ലിങ്കൻ്റെ. ഇതൊരു ടെമ്പിൾ പോലെയാണ് ഇവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ റെസ്പെക്ട് പ്ലീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയൊരു മന്ദിരം തന്നെയാണ്. ഭയങ്കര ഹൈറ്റാണിത്. ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് ഇവിടെ. ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ മന്ദിരം സന്ദർശിച്ചുകൊണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഒന്നും പറയാനില്ല ഈ ഒരു നഗരത്തിനെ പറ്റിയിട്ട്. ഒരു ഉദ്യാനം തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഒരു ഉദ്യാനം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വന്നിട്ട് പിക്ക് എടുക്കുന്നുണ്ട് ഇവിടെ. ഓരോ സ്റ്റേറ്റിൻ്റെയും പേര്, അതായത് എബ്രഹാം ലിങ്കൻ ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന ഓരോ സ്റ്റേറ്റിൻ്റെയും പേര് ഇതിന് മുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. യുവർ ഗുഡ് നെയിം? AJ. Today you are wedding? I don't. Prom. It's prom. Oh, prom. Okay. Thank you. Bye. ഇതൊരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ടാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചാണ്. ഇത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ഇയർ എൻഡിങ് സമയത്തുള്ളൊരു പ്രോം പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ ഒരു പ്രോഗ്രാമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്തോട് ഇവിടെ പറയുകയാണ്. വാഷിങ്ടണിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തത്. നമുക്കിവിടെ ഒരു ഹമ്മർ കാണാം. ഒരു ഹമ്മറിൻ്റെ ലിമോസിൻ ഉണ്ട്. ലിമോസിനിൽ നമ്മൾ ലാസ് വേഗാസിൽ പോയപ്പോൾ കയറിയത് ഹമ്മറിൻ്റെ ഒരു ലിമോസിനാണ്. ഈ ഹൈസ്കൂൾ ഇയർ എൻഡിങ് പ്രോം പ്രോഗ്രാമിനായിട്ട് ആളുകളെ കൊണ്ടുവന്നിരിക്കുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാരവാനാണ് ഇവിടെ സമീപത്തായിട്ട് കിടക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥിനികളെ നമുക്കിതിൻ്റെ സമീപത്തായിട്ട് കാണാം. ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വെഡ്ഡിങ് പോലെയാണ്, വെഡ്ഡിങ് ഷൂട്ടിംഗ് പോലെയാണ് ഇത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തത്. നമുക്ക് നടന്നു വരുന്നത് കാണാം. ശരിക്കും വെഡ്ഡിങ് പോലെയാണ് ഇത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു പ്രോഗ്രാമായിട്ടാണ് ഇത്, ഇയർ എൻഡിങ് പ്രോഗ്രാമായിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതൊക്കെ അന്യമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ പ്രോഗ്രാമുകളും നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതിമനോഹരമായിട്ടുള്ള മന്ദിരങ്ങളും അതിൻ്റെ കാഴ്ചകളുമൊക്കെ ആയിട്ട് വാഷിങ്ടൺ DC എന്നുള്ള ഈ തലസ്ഥാന നഗരത്തോട് നമ്മളിപ്പോൾ വിട പറയാൻ പോവുകയാണ്. നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു സ്ഥലം സമ്മാനിക്കുകയുണ്ടായി. ഇനി നമ്മൾ പോകുന്നത് വിർജീനിയ എന്നുള്ള ഒരു സ്റ്റേറ്റ് ക്രോസ് ചെയ്തുകൊണ്ട് നേരെ മാരിലാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. മാരിലാൻഡ് എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ താമസം.
ഈ മേരിലാൻഡ് എന്നുള്ള ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. കൂടുതലായിട്ട് കാടുള്ളൊരു സ്ഥലമാണ് ഇവിടെ മേരിലാൻഡ് എന്ന് പറയുന്ന സ്ഥലം. ഈ കാടിനകത്തായിട്ട് ഒരുപാട് വീടുകളും ഒക്കെ കാണുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ളൊരു സീനിക് വ്യൂ തന്നെ തരുന്നൊരു സ്ഥലമാണ് മേരിലാൻഡ്. ആ മേരിലാൻഡിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് വെർജിനിയാണ്. വെർജിനിയ കഴിഞ്ഞിട്ട് നമ്മൾ മേരിലാൻഡിലാണ് നമ്മുടെ സ്റ്റേ. അതിനുശേഷം നാളെ നമ്മൾ മറ്റ് സ്ഥലത്തേക്ക് ഫിലാഡൽഫിയയിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന കാഴ്ചകളൊക്കെ മേരിലാൻഡിൻ്റെ കാഴ്ചകളാണ്. അതിമനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് മേരിലാൻഡിനുള്ളത് എന്നുള്ളതാണ്. ഓരോ കാടുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും ആ കാടിനകത്തുള്ള വീടുകളും അതിനകത്ത് നല്ല ഭംഗിയിൽ തയ്യാറാക്കിയിരിക്കുന്ന പാർക്കും എല്ലാം കൂടി വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ മേരിലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം. നമുക്കിവിടെ നേരിട്ട് കണ്ടാൽ തന്നെ അറിയാം, കാണേണ്ട ഒരു പ്രദേശം തന്നെയാണ് US നമ്മൾ വന്നു കഴിഞ്ഞാൽ. കാടിൻ്റെ മനോഹരമായിട്ടുള്ള പച്ചപ്പിനകത്ത് നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഭവനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഔട്ട്ഹൗസുകളും എല്ലാം കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു പ്രദേശം. അങ്ങനെ നമ്മൾ വാഷിങ്ടണിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ചോദ്യമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിങ്ടൺ ടു മിയാമി ബീച്ച്? നമ്മുടെ പ്രശസ്തമായ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെ സിനിമയിൽ ഉണ്ടായിരുന്ന പ്രസിദ്ധമായൊരു ചോദ്യമാണ്. എല്ലാവരുടെയും മൈൻഡിൽ വരുന്നൊരു ചോദ്യമാണത്. 1065 മൈൽസാണ് വാഷിങ്ടണിൽ നിന്ന് മിയാമി ബീച്ചിലേക്കുള്ള ദൂരം. ഇപ്പോൾ ഇവിടുന്ന് മിയാമി ബീച്ചിലേക്ക് പോകണമെങ്കിൽ അത്രയും ദൂരം സഞ്ചരിക്കണം, ഏകദേശം 16 മണിക്കൂർ. ഫിലാഡൽഫിയയ്ക്ക് അടുത്താണ് മിയാമി ബീച്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ദൂരമുണ്ട്. അപ്പോൾ ഒരു രസകരമായി തോന്നി, അതാണ് ഈ ഒരു ഡയലോഗ് പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ഓർക്കാനിടയായി. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മേരിലാൻഡിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. മേരിലാൻഡ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി സ്റ്റേറ്റ് ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വൺ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. അതായത് നമ്മൾ വാഷിങ്ടൺ DC കഴിഞ്ഞിട്ട് അടുത്തുള്ള സ്റ്റേറ്റ് ആണ്. നമ്മൾ വരുന്ന വഴിക്ക് വിർജീനിയ പാസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മേരിലാൻഡിലുള്ള റമദയുടെ ഹോട്ടലിലാണ്, റമദ വിന്തം ഹോട്ടലിലാണ് നമ്മുടെ സ്റ്റേ. അടിപൊളി ലൊക്കേഷനാണ്. വരുന്ന വഴിയൊക്കെ നമ്മൾ കണ്ടു. ഒരുപാട് കാടിനുള്ളിലാണ് വീടുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെയുള്ളത്. നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്.